സ്വാമി ശരണം. ശബരിമലയിൽ പോലീസിന്റെ 4ാമത്തെ ബാച്ച് ചുമതലയേറ്റു. പുതുതായി 10 ഡിവൈഎസ്പിമാരുടെ കീഴിൽ 105 SI ASI മാരും 1375 സിവിൽ പോലീസ് ഓഫീസർമാരുമാണ് തിങ്കളാഴ്ച ചുമതലയേറ്റത്. ഡിവൈഎസ്പിമാർക്കും പോലീസ് ഇൻസ്പെക്ടർമാർക്കും സ്പെഷ്യൽ ഓഫീസർ ദേവസ്വം കോംപ്ലക്സ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ പ്രത്യേക നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. വലിയ നടപ്പന്തലിൽ നടന്ന ചടങ്ങിൽ 4ാമത് ബാച്ച് പോലീസ് സേനയ്ക്ക് സ്പെഷ്യൽ ഓഫീസർ, ജോയിന്റ് സ്പെഷ്യൽ ഓഫീസർ, അസിസ്റ്റന്റ് സ്പെഷ്യൽ ഓഫീസർ എന്നിവർ ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകി. ശബരിമലയിലെ ആദ്യമായി ജോലി ചെയ്യുന്നവർ വളരെ കുറച്ചുള്ളതാണ് എനിക്ക് തോന്നുന്നത്. സന്നിധാനം ആദ്യമായിട്ട് ജോലി ചെയ്യുന്ന എത്ര പേരുണ്ടെങ്കിൽ നിങ്ങളെല്ലാം തന്നെ ശബരിമലയിൽ ജോലികളുണ്ട്. ചില മാറ്റങ്ങൾ വന്നപ്പോൾ നമ്മൾ ചെയ്യുന്ന ജോലി ചില മാറ്റങ്ങൾ വന്നു. അത് നമ്മുടേതായി നിങ്ങൾ മനസ്സിലാക്കും. പിന്നെ ശബരിമല സീസൺ ഏതാണ്ട് പകുതിയായി. ഈ സീസൺ 3 ഫേസ് ഡി ഫേസിലാണ് 2000 ഉദ്യോഗസ്ഥന്മാർ ഇന്ന് ജോലി ചെയ്യുന്നത്. ഈ 3 ഫേസും വളരെ ഭംഗിയായി മുഴുവൻ എല്ലാ വിഭാഗത്തിനും, പ്രത്യേകിച്ച് സ്വാമിമാർക്കെല്ലാം തന്നെ സന്തോഷം വരുന്ന തരത്തിൽ വളരെ കാര്യക്ഷമമായി 3 ഫേസ് ജോലി ചെയ്യുന്നത്. അത് അതുപോലെ തുടരുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാന ദൗത്യം. നിങ്ങളൊക്കെ വായിക്കുന്നുണ്ട്, പത്രത്തിലൊക്കെ വായിക്കുന്നുണ്ട്. അപ്പോൾ ശബരിമലയില് നമ്മുടെ ജോലി മനസ്സിലാക്കും. അതാണ് നമ്മുടെ പ്രാഥമികമായി നമ്മൾ ചെയ്യേണ്ടത്. നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് ശബരിമല എന്താണ്, ശബരിമലയിലെ നമ്മുടെ ജോലി എന്താണ്. ശബരിമലയെ കുറിച്ച് നമ്മൾ അത്യാവശ്യ കാര്യങ്ങൾ പഠിക്കണം. എങ്കിലും നന്നായിട്ട് ജോലി ചെയ്യാൻ പറ്റും. ശബരിമല എന്ന് പറയുന്നത് ഒരു വളരെ പ്രധാനമായ ഒരു ക്ഷേത്രമാണ്. ആചാരങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുള്ള ക്ഷേത്രമാണ്. ആചാരങ്ങളും കീഴ്വഴക്കങ്ങൾക്കും വളരെ പ്രാധാന്യമാണ്. ഏത് ആരാധനാലയത്തിലും അതിനെ ആർക്കും ഓവർകം ചെയ്യാൻ പറ്റും. അത് അനുസരിച്ച് വേണം നമ്മൾ ജോലി ചെയ്യാൻ. അത് പള്ളിയായാലും അമ്പലമായാലും. ഇവിടുത്തെ ആചാരങ്ങൾ അടിസ്ഥാനപരമായി ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അറിഞ്ഞില്ലെങ്കിൽ അത് അബദ്ധമല്ല, അബദ്ധമായിട്ട് കാണാൻ പറ്റില്ല. അബദ്ധമായിട്ട് കാണുന്നത് എപ്പോഴും ഇങ്ങനെ കാണണമെന്നില്ല. അത് അപകടത്തോടും പേരുദോഷം ചെയ്യും. പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ച് നമുക്ക് വേറെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ശബരിമല എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സ്വാമി സ്റ്റാറ്റ്പോർട്ടുണ്ട്. നമ്മുടെ ഡ്യൂട്ടി പെട്ടെന്ന് മനസ്സിലാക്കും. അതിൽ നിങ്ങൾ ചെയ്യേണ്ട, നിർബന്ധമായിട്ട് ചെയ്യേണ്ട കാര്യം, ചെയ്യാൻ പാടില്ലാത്ത കാര്യം, സർട്ടൻ ഡൂസ് ആൻഡ് ഡോൺസ്. പിന്നെ ശബരിമലയിലെ പ്രധാന പൂജകൾ എന്തൊക്കെയാണ്, ശബരിമലയിൽ നട എപ്പോൾ തുറക്കുന്നു, എപ്പോൾ അടയ്ക്കുന്നു, ശബരിമല സന്നിധാനത്തേക്ക് വരുന്ന വഴി ഏതാണ്, പോകുന്ന വഴി ഏതാണ്, എവിടൊക്കെ ബ്ലോക്ക് ചെയ്യുന്നു, എവിടൊക്കെ വഴി നമ്മൾ ഏതൊക്കെ സമയത്ത് ഏതൊക്കെ സ്ഥലത്ത് ആർക്കൊക്കെ പ്രവേശനം അനുവദനീയമാണ്, എവിടെയൊക്കെ പ്രവേശനം അനുവദനീയമല്ല, ഏതൊക്കെ നിയന്ത്രണങ്ങൾ മുൻകാലത്തില്ലാത്തത് ഇപ്പം നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യും, പഴയ രീതികൾ എന്തൊക്കെയാണ് മാറ്റിയിരിക്കുന്നത്, ഇതൊക്കെ നമ്മൾ ഡ്യൂട്ടി കയറുന്നതിന് മുമ്പ് മനസ്സിലാക്കും. അപ്പോൾ ഏറ്റൻകാർ ഡ്യൂട്ടി കയറുന്നതിന് മുമ്പ് 1 മണിക്ക് കയറുന്നതിന് മുമ്പ് ഈ കാര്യങ്ങൾ മനസ്സിലാക്കും. രണ്ടാമത്തത്, നമ്മുടെ പ്രധാന ജോലി, പോലീസിന്റെ എവിടെയുള്ള ജോലി ക്രമസമാധാന പാലനമാണ്. മനുഷ്യരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കുക, സ്ഥാപനത്തിന് സംരക്ഷണം കൊടുക്കുക, ശബരിമലയുടെ സുരക്ഷ, ഇവിടെ വരുന്ന ഭക്തന്മാരുടെയും ഇവിടെയുള്ള ജീവനക്കാരുടെയും നമ്മുടെയൊക്കെ സുരക്ഷ, ജീവന സുരക്ഷ, സ്വത്തിന് സുരക്ഷ, ഒരു മാറ്റമില്ല. സെക്യൂരിറ്റി പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ പോലീസിന്റെ പണി ചെയ്യും. എല്ലാം സംസ്ഥാനത്തിലല്ല. കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഭാഷ കാണാതെ പഠിച്ച് അല്ല കമ്മ്യൂണിക്കേഷൻ. ഫലപ്രദമായി അവരോട് നമുക്ക് കമ്മ്യൂണിക്കാൻ ഒത്തിരി വഴിയുണ്ട്. അതൊരാർട്ടാണ്, അതൊരു കലയാണ്.
നിങ്ങളെല്ലാം മിടുക്കന്മാരാണ്. കേരള പോലീസിൽ ജോലി ചെയ്യുന്ന ഏതൊരു ഉദ്യോഗസ്ഥനും സ്മാർട്ട് ഫിലോസ്, അത് ഡൗൺ ടു ഏത് പോസ്റ്റിൽ വന്നാൽ നിങ്ങളെല്ലാം ഇന്റലിജന്റ് ആണ്, നല്ല വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരാണ്, നല്ല സോഷ്യൽ സോഷ്യലൈസേഷൻ ഉള്ളവരാണ്, അത്യാവശ്യം സമൂഹത്തിൽ നല്ല രീതിയിൽ എല്ലാവരും മാനേജ് ചെയ്യുന്നവരാണ്, സോഷ്യൽ മീഡിയ മാനേജ് ചെയ്യാൻ കഴിവുള്ളവരാണ്. പ്രത്യേകിച്ചും ചെറുപ്പത്തിൽ പോലീസ് ഫേസ് നിങ്ങളുടെ ഫേസാണ്. സംസ്ഥാന പോലീസിന്റെ മുഖം നിങ്ങളാണ്. ഏതൊരു ഡ്യൂട്ടി പോയിന്റിലും നമ്മളാണുള്ളത്. അപ്പം നിങ്ങളിൽ ഒരാള് നല്ല രീതിയിൽ പെരുമാറിയാൽ, അവരെ ഫെസിലിറ്റേറ്റ് ചെയ്താൽ, എന്താ ഫെസിലിറ്റേഷൻ, നമ്മൾ വേറെ അമ്പലത്തിൽ പോവാണ്, നമ്മൾ തമിഴ്നാട്ടിലോ ആന്ധ്രയിലോ ഒരു പള്ളിയിൽ പോവുകയാണെങ്കിൽ അമ്പലത്തിൽ പോവാണ്, നമ്മൾ കുടുംബമായിട്ട് പോകുമ്പോൾ നമ്മൾ എന്തൊക്കെ ആഗ്രഹിക്കും, നമ്മൾ എങ്ങനെയുള്ള പോലീസിനെ ആഗ്രഹിക്കും. ഒരു ആവശ്യം വന്നാൽ ആദ്യം നമ്മൾ പോലീസിന് എടുക്കാൻ പോകും, യൂണിഫോം എടുക്കാൻ നമ്മൾ പോകും. നമുക്ക് ഏറ്റവും വിശ്വാസം പോലീസിന്. എന്തൊക്കെയാ ചോദിക്കാൻ സാധ്യത? ശബരിമലയിൽ സ്വാമിമാരെ ചോദിക്കാൻ സാധ്യതയുള്ള കുറേ ചോദ്യങ്ങളുണ്ട്. അത് കോമണാണ്. ആകെ ഒരു 10-20 ചോദ്യങ്ങൾ പഠിച്ചാൽ, അത് മനസ്സിലാക്കാൻ പഠിച്ചാൽ, അത് കന്നഡയിലോ തുളുവിലോ തെലുങ്കിലോ പറയാൻ പഠിച്ചാൽ ഇനി ദർശനം എപ്പോൾ കിട്ടും? നെയ്യഭിഷേക കൗണ്ടർ എവിടാ? സിവിൽ ദർശൻ എവിടെ ചെല്ലണം? ബാങ്ക് എവിടെയാണ്? ATM എവിടെയാണ്? ഹോസ്പിറ്റൽ എവിടെയാണ്? ആയുർവേദ ഹോസ്പിറ്റൽ എവിടെയാണ്? പിന്നെ ഏതാണ് ഇതുപോലെ ചോദ്യങ്ങൾ? പമ്പയ്ക്ക് എത്ര കിലോമീറ്റർ ദൂരമുണ്ട്? പമ്പയ്ക്ക് പോകുന്ന വഴി, കാരണം ഒരുപാട് വഴികളുണ്ടല്ലോ. ഇത്തരം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. വെള്ളം എവിടെ കിട്ടും? ബാത്റൂം എവിടെയാണ്? ഫ്രീ ബാത്റൂം എവിടെയാണ്? റൂം കിട്ടാൻ എവിടെ പോകണം? ഇങ്ങനെ ബേസിക് ആയിട്ടുള്ള അടിസ്ഥാന വിവരങ്ങൾ നിങ്ങൾ പഠിക്കണം. നിങ്ങളുടെ വ്യത്യാസം പ്രാവശ്യം നിങ്ങൾക്ക് പറഞ്ഞു തരും. സ്വാമിമാരോട് മോശമായ ഒരു സാഹചര്യത്തിലും പെരുമാറും. സ്വാമിമാര് അവർക്ക് മാനസികാവസ്ഥ, അവർ നടന്ന് ചിലപ്പോ 38 കിലോമീറ്റർ നടന്നു വരുന്ന സ്വാമിയോട് വരുന്നു. നാട്ടിൽ സോറി സാർ, നമ്മുടെ കയ്യിൽ നമ്മുടെ എല്ലായിടത്തും അങ്ങ് കൃത്യമായി നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല, മിസ്സിംഗ് ഒക്കെ വരും. ഒരു സോറി സ്വാമി എന്ന് പറഞ്ഞാൽ തീരുന്ന പ്രശ്നം. അങ്ങനെ ദയവ് ചെയ്യാം. പിന്നെ പോലീസ് ഉദ്യോഗസ്ഥന്മാര് അലഞ്ഞു തിരിഞ്ഞ് നടക്കരുത്. നിങ്ങൾ ഡിസിപ്ലിൻഡായി പറയുക. പരിഹരിക്കപ്പെട്ടില്ലെങ്കിൽ എന്നെ ബന്ധപ്പെടുന്ന തടസ്സമില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങൾ ആകെ എത്ര മണിക്കൂർ ജോലി ചെയ്യണം? 6 മണിക്കൂർ ചെയ്യാൻ പറ്റും. അപ്പൊ എല്ലാ ഓഫീസേഴ്സും ശ്രദ്ധിക്കുക, ഈ സന്ധ്യ കഴിഞ്ഞാല് തണുപ്പടിക്കാത്ത സാധനം കിട്ടും. നിർബന്ധമായിട്ടല്ല ജോലി. നിങ്ങൾക്ക് നല്ലതാണ്. നിങ്ങൾക്ക് കുറച്ചും കൂടെ കാര്യക്ഷമതയോടെ ജോലി ചെയ്യാൻ പറ്റും, കോൺഫിഡൻസോടെ ജോലി ചെയ്യാൻ പറ്റും. തണുപ്പ് 2 ദിവസം അടിച്ചു കഴിഞ്ഞാൽ ദിവസം. അപ്പൊ നിങ്ങൾ അത് ഉപയോഗിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അതായിട്ട് പണി ചെയ്യും. അപ്പോൾ ചില സമയത്ത് നമ്മൾ ചിലർ തുറക്കും. പെട്ടെന്നൊരു വൈറസ് വരുമ്പോൾ നമ്മൾ അടയ്ക്കും. എപ്പോൾ അടയ്ക്കണം, എപ്പോൾ തുറക്കണം? വാട്ട് ആർ ദ ഡൂസ് ആൻഡ് ഡോൺട്സ്? ഒരു കാരണവശാലും അബദ്ധം പറ്റാൻ പാടില്ലാത്ത കാര്യങ്ങൾ, ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ, ഇതൊക്കെ വളരെ നിർബന്ധമാണ്. ഇതൊക്കെ നിങ്ങൾ പഠിക്കണം. ഫയർഫോഴ്സ്, ഹെൽത്തും ഒക്കെ ഉണ്ട്. ഒരുപാട് നല്ല. You are also very lucky that as a part of our professional commitment, being a Kerala police, doing our professional duty, we are also serving Swami. That is the opportunity we have got, and I request you, please keep this in mind that we are also serving the Lord. The Swami is here. സന്നിധാനം പോലീസ് സ്പെഷ്യൽ ഓഫീസറായ ബി കൃഷ്ണകുമാർ, SP റെയിൽവേ പോലീസ് ഉദ്യോഗസ്ഥനാണ്. ജോയിന്റ് സ്പെഷ്യൽ ഓഫീസർ ഉമേഷ് ഗോയൽ, അസിസ്റ്റന്റ് സ്പെഷ്യൽ ഓഫീസറായ TN സജി എന്നിവരുടെ നേതൃത്വത്തിലാണ് പോലീസിന്റെ പുതിയ ബാച്ചിനെ വിന്യസിച്ചിരിക്കുന്നത്. തീർത്ഥാടകർക്ക് സുഗമ ദർശനം സാധ്യമാക്കുന്നതിന് മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വരുത്തിയിരിക്കുന്ന ക്രമീകരണങ്ങൾ ഓരോ ഉദ്യോഗസ്ഥരും കൃത്യമായി മനസ്സിലാക്കി പ്രവർത്തിക്കണം എന്നും തീർത്ഥാടകരോട് സൗമ്യമായി പെരുമാറണം എന്നും സ്പെഷ്യൽ ഓഫീസർ നിർദ്ദേശിച്ചു. അയ്യപ്പ ഭക്തന്മാർക്ക് സുഗമമായ ദർശനം ഒരുക്കണമെന്നും അവരുടെ സുരക്ഷയും സംരക്ഷണവും ഉറപ്പാക്കുന്നതിനായി എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരും പ്രത്യേകം ശ്രദ്ധിക്കണം എന്നും സന്നിധാനം സ്പെഷ്യൽ ഓഫീസർ നിർദ്ദേശം നൽകി.
തിരക്ക് നിയന്ത്രിക്കുന്നതിനായി ശബരിപീഠം മുതൽ പാണ്ടിത്താവളം വരെ 10 ഡിവിഷനുകളിലായാണ് പുതിയ ബാച്ചിനെ വിന്യസിച്ചിരിക്കുന്നത്.